ഹലോ. ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്നുള്ളത്. അങ്ങനെ നമ്മളിപ്പോൾ കിഴക്കേക്കോട്ടയിൽ ഗാന്ധി പാർക്കിന് സമീപമാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ വരുമ്പോൾ വണ്ടി പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗാന്ധി പാർക്കിന് ചുറ്റുമായിട്ട് ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇനി എന്താണ് അടുത്ത പരിപാടി എന്നിങ്ങനെ ആലോചിച്ച് ഇവിടെ തന്നെ കുറേയൊക്കെ കറങ്ങിയിരുന്നു. ഗാന്ധി പാർക്ക് ഇപ്പോൾ കുറേ കൂടെയൊക്കെ നല്ല രീതിയിൽ മെയിൻ്റനൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു സെൻട്രൽ പോർഷനിലായിട്ടുള്ള ഗാന്ധിയുടെ ഒരു മിററിൽ ചെയ്തേക്കുന്ന ഒരു വർക്കാണ്. അത് കൊള്ളാം, നല്ല ഭംഗിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ നല്ല ഉച്ച സമയത്താണ് വന്നു നിന്നത്. എന്നിട്ട് പോലും നല്ല ഒരു കാറ്റും ഒട്ടും തന്നെ ചൂടനുഭവപ്പെട്ടതേ ഇല്ല. ഉച്ച സമയം ആയതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ ആഹാരം എവിടെ നിന്ന് കഴിക്കണമെന്ന് രണ്ടിലൊന്നും ആലോചിക്കേണ്ട കാര്യമല്ലോ. അങ്ങനെ നേരെ ചാലക്കകത്തോട്ട് നടന്നെത്തിയത് റഹ്മാനിയുടെ മുന്നിലാണ്. അപ്പോൾ കണ്ടോ, ഈ കാണുന്ന ബോർഡ് നോക്കി പോയി കഴിഞ്ഞാൽ നമ്മളതാ ഇവിടെ എത്തും. ഇപ്പോൾ മനസ്സിലായല്ലോ എന്താണെന്നുള്ളത്. ഇതാണ് കേത്തൽസ് ചിക്കൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിനി അതിൻ്റെ അംഗം കുറിക്കാം. എന്തായാലും ഭാഗ്യം കൊണ്ട് ഒട്ടും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ അകത്ത് കയറാൻ പറ്റി. കയറി ഇലയൊക്കെ കൊണ്ടുവന്നു. ഇലയിൽ ആദ്യം വിളമ്പിയത് നാരങ്ങ അച്ചാറാണ്. അപ്പോൾ നാരങ്ങ അച്ചാർ കഴിഞ്ഞ ശേഷം ചിക്കൻ്റെ ഗ്രേവി കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഈ ഗ്രേവി എന്ന് പറയുന്നത് ഈ കോഴിയുടെ വാരിയെല്ലാം കഴുത്തോട്ട് ഉള്ളൊരു കറിയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കൊണ്ടുവന്നത് കുടിക്കാനുള്ള വെള്ളമാണ്. അത് ഫുള്ള് നാരങ്ങ വെള്ളം വരുന്നത്. എത്ര വെള്ളം വേണമെങ്കിലും നമുക്ക് റീഫിൽ ചെയ്ത് തന്നുകൊണ്ടിരിക്കും. അതുകഴിഞ്ഞിട്ട് ചപ്പാത്തി കൊണ്ടുവന്നു. ചപ്പാത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വലിയ ചപ്പാത്തി, നല്ല ചെറിയ സൈസ് ചപ്പാത്തി, ഒരു പപ്പടത്തിന് അത്രേ ഉള്ളൂ. പക്ഷേ നല്ല നൈസ് ചപ്പാത്തി, ഒരു തുള്ളി എണ്ണ പോലും ചേർക്കാതെ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഇവിടുത്തെ ചിക്കൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ കോഴിയാണ്. ചെറിയ കോഴിയുടെ 8 പീസ് ഫ്രൈയും 5 ചപ്പാത്തിയും നാരങ്ങ വെള്ളവും അതുപോലെ തന്നെ ആദ്യം കൊണ്ടുവച്ച ചിക്കൻ്റെ ഗ്രേവി ഉണ്ടല്ലോ, ഇത്രയാണ് എൻ്റെ ഒരു സെറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ അതാ ചിക്കൻ ഫ്രൈ ഇതാ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഒരേപോലെയാണ് പീസും കാര്യങ്ങളും എല്ലാം തരുന്നത്. 8 പീസാണ് തരുന്നത്. 8 പീസ് പറഞ്ഞാൽ ചിക്കൻ്റെ എല്ലാ ഭാഗങ്ങളും അതിലുണ്ടാവും. കാല്, ചിറക്, തൊള പീസ്, അതുപോലെ നെഞ്ചിൻ്റെ ഭാഗം, അങ്ങനെ എല്ലാ ഭാഗങ്ങളും ചേർന്നാണ് 8 പീസ് നമുക്ക് തരുന്നത്. എല്ലാവർക്കും ഒരേപോലെയാണ് ഇവിടെ സപ്ലൈ ചെയ്യുന്നത്. അതുമാത്രമല്ല എപ്പോഴും ചൂടായിട്ട് മാത്രമേ ഫ്രൈ ഇവിടെ കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ മറ്റേ കടകളെ പോലെയല്ല. ഇവിടെ എന്ന് പറയുന്നത് നമ്മൾ ആ ചിക്കൻ ഫ്രൈ കഴിച്ച് കഴിയുമ്പോൾ അവർ വീണ്ടും അടുത്ത സ്റ്റെപ്പ് നമുക്ക് അടുത്ത സെറ്റായിട്ട് നമുക്ക് വേണോ, അല്ലെങ്കിൽ 4 പീസോ 6 പീസോ 8 പീസോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ടുതരും. അതുപോലെ തന്നെ ഇതിന് ലിവർ കിട്ടും. 8 പീസ് ലിവറായിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ ആദ്യത്തെ ഒരു സെറ്റ് ചിക്കൻ ഫ്രൈ എല്ലാം കഴിച്ച് കഴിഞ്ഞാൽ അതായിട്ട് ഞാൻ രണ്ടാമത് വീണ്ടും ലിവർ വാങ്ങിയിരുന്നു. ലിവറും ഒരു സെറ്റ് ചിക്കൻ ഫ്രൈയും കൂടെ വീണ്ടും വാങ്ങിയായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ 4 ചപ്പാത്തിയും കൂടെ വാങ്ങി. അങ്ങനെ രണ്ടാമത്തെ അംഗവും ഇവിടെ തുടങ്ങുകയാണ്. ഇത് ശരിക്കും ഒരു പ്രാവശ്യമെങ്കിലും പോയി കഴിച്ചു കഴിഞ്ഞാൽ ഇതിന് അഡിക്റ്റ് ആവും. കാരണം ഞാൻ വർഷങ്ങളായി പോയി കഴിക്കുന്നതാണ്. നമ്മൾ എത്ര പോയി കഴിച്ചു കഴിഞ്ഞാലും നമ്മൾ ആദ്യം കഴിച്ച ആ ഒരു ടേസ്റ്റിനാണ് ഇപ്പോഴും ഒരു മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് കഴിച്ചിട്ട് മടുക്കത്തേ ഒന്നുമില്ല. ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. സാധാരണ കടകളിലൊക്കെ നമ്മൾ പണ്ട് പോയി കഴിച്ച ആ ഒരു ടേസ്റ്റ് ഒന്നും പിന്നെ പോയ ചിലപ്പോൾ കാണത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അപ്പോൾ എന്തായാലും എൻ്റെ അംഗങ്ങൾ എല്ലാം ഇവിടെ അവസാനിച്ച് കുറച്ച് എല്ലുകളെ എല്ലാം മാത്രം ബാക്കിയാക്കി. അപ്പോൾ ഞാൻ എന്തായാലും പോവുകയാണ്. അതുപോലെ വേറെ പ്രധാന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഇത് കഴിക്കാൻ പോകുന്നെങ്കിൽ ചാലക്കകത്തുള്ള ഷോപ്പിൽ തന്നെ പോയി കഴിക്കണം. ഇതാണ് അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ. ഇവിടെ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ചപ്പാത്തിയും അതുപോലെ തന്നെ നെയ്ച്ചോറ് മാത്രമേ ഉള്ളൂ.